അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈൽ ലൂപ്പ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എൽസ് യൂസ് ചെയ്യുന്നത് എവിടെ വൈൽ ലൂപ്പിനകത്ത് എൽസ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതായത് നമുക്കറിയാമല്ലേ വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയാമല്ലേ. നമുക്കറിയാം ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വൈൽ കണ്ടീഷൻ കൊടുത്തിട്ട് അതിനകത്ത് തന്നെ വൈലിലുള്ള കണ്ടീഷൻ ട്രൂ ആവുന്നില്ലെങ്കിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തെന്ന് പറയുമ്പോൾ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്ന അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ലൂപ്പ് ബ്രേക്ക് ആവുന്നു. അതിന് പകരം ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നു. അപ്പം ആ ലൂപ്പ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ, അതായത് ആ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്നാൽ പിന്നെ ഇന്നത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എൽസ് എന്ന് പറഞ്ഞ് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത് ഒരിക്കലും വൈൽ ലൂപ്പ് ബ്രേക്ക് എന്നുള്ള ഇത് കാരണം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ, വൈൽ ലൂപ്പ് ബ്രേക്ക് കാരണം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എന്തിലോട്ട് പോകത്തില്ല, എൽസിലോട്ട് പോകത്തില്ല. അത് ഞാൻ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രേക്ക് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാരണം സ്റ്റോപ്പ് ആവുന്നതാണെങ്കിൽ അതൊരിക്കലും എൽസിലോട്ട് പോകത്തില്ല. വൈലിന് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അത് എൽസിലോട്ട് പോകും. പക്ഷെ ബ്രേക്ക് ആയിട്ടാണ് വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എൽസിലോട്ട് പോവില്ല. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല, വൈൽ ലൂപ്പ് എത്ര തവണ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. പക്ഷെ എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താ, ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എൽസ് സ്റ്റേറ്റ്മെന്റ് execute only one time. Just an example of I is equal to 1 while I less than or equal to 10. നമുക്ക് എന്താണ് ഇങ്ങനൊരു കണ്ടീഷൻ നോക്കാം. ഐ 10 വരെയാണെങ്കിൽ, അതായത് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ എന്ത് ചെയ്യണം, 10 വരെ ആണെങ്കിൽ നമുക്ക് ഹായ് പ്രിന്റ് ചെയ്യണം. അതായത് 10 തവണ ഹായ് പ്രിന്റ് ചെയ്യണം. ഐയുടെ വാല്യൂ 10 കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ പ്രിന്റ് ചെയ്യണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ, പ്രിന്റ് ഹൈ. ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ പ്രിന്റ് ഹൈ, then I is equal to I plus 1 അപ്ഡേറ്റ് ചെയ്യുന്നു. else print ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ ആദ്യം 1 ആണല്ലേ. അപ്പോൾ 1 എന്നുള്ളത് ഐ ലെസ് ദാൻ 1 നേരെ ഇങ്ങോട്ട് പോകുന്നു. വൈൽ 1ൻ്റെ വാല്യൂ 1 ഐയുടെ വാല്യൂ ആയ 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ വൈൽ കണ്ടീഷൻ ട്രൂ ആയി. സോ ഒരു തവണ എന്താവും, ഹൈ പ്രിന്റ് ആവും. ഇനി എന്ത് ചെയ്യുന്നു, എൽസ് എന്ന് പറയുന്ന വൈൽ ലൂപ്പിന് പുറത്താണ് കിടക്കുന്നത്. എൽസ് എന്ന് പറയുന്നത് എവിടാണ്, വൈൽ ലൂപ്പിന് പുറത്താണ് കിടക്കുന്നത്. അപ്പം വൈൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആവുന്ന വരെ വൈൽ ലൂപ്പ് റൺ ആയിക്കൊണ്ടിരിക്കും. അത് എപ്പോൾ ഫോൾസ് ആവുന്നോ അപ്പോൾ അത് എൽസിലോട്ട് പോകും. വൈൽ എപ്പോൾ ഫോൾസ് ആവുന്നു അപ്പോൾ അത് എൽസിലോട്ട് പോകും. അപ്പം എന്താണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, ഹായ് പ്രിന്റ് ആവുന്നു. ഐ അപ്ഡേറ്റ് ആവുന്നു, 2 ആവുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുന്നു. അങ്ങനെ ഐയുടെ വാല്യൂ 11 ആവുന്ന വരെ 10 ടൈംസ് എന്ത് ചെയ്യുന്നു, ഹായ് പ്രിന്റ് ആവുന്നു. ഐയുടെ വാല്യൂ 11 ആയി കഴിഞ്ഞാൽ എന്താണ്, ഐയുടെ വാല്യൂ 10 ആയി, അത് അപ്ഡേറ്റ് ആയി, ഐയുടെ വാല്യൂ 11 ആവുന്നു. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഫോൾസ് ആവുന്നു. അപ്പം അതെന്ത് ചെയ്യുന്നു, എൽസിലോട്ട് പോകുന്നു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഹായ് ഇവിടെ എത്ര, 1 2 3 4 5 6 7 8 9 10 ടൈംസ് ഹായ് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഐയുടെ വാല്യൂ 11 ആയ സമയത്ത് എന്ത് ചെയ്യുന്നു, ഓക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഓക്കെ എത്ര വട്ടം ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു തവണ മാത്രമേ ഓക്കെ പ്രിന്റ് ആയിട്ടുള്ളൂ. സോ എൽ സ്റ്റേറ്റ്മെന്റ് ഒരു തവണ മാത്രമേ പ്രിന്റ് ആവത്തുള്ളൂ. നമുക്ക് വലിയൊരു വൈലിൽ എൽസ് വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് പ്രൈം നമ്പർ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൈം നമ്പർ
പ്രൈം നമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാ? ഓക്കെ, എന്താണ് കണ്ടീഷൻസ് ഫോർ പ്രൈം നമ്പർ? കണ്ടീഷൻസ് ഫോർ പ്രൈം നമ്പർ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി എന്താണ്? ഇറ്റ് must be divisible by it must only be divisible by 1 and itself. അതെ, അപ്പോൾ പ്രൈം നമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു പ്രൈം നമ്പർ എപ്പോഴും എന്തായിരിക്കും? ഡിവിസിബിൾ 1 വെച്ചിട്ടും ആ സെയിം നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവാൻ പാടുള്ളൂ? റിമൈൻഡർ 0 ആവാൻ പാടുള്ളൂ. ഓക്കെ, എന്താണ് പ്രൈം നമ്പർ? എന്താണ് ഇപ്പം 3 എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫാക്ടർ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എല്ലാ നമ്പറും 1 വെച്ച് ഡിവിസിബിൾ ആണ് അല്ലേ? അതുപോലെ തന്നെ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും 1 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും റിമൈൻഡർ 0 ആവുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 1 ഒരു പ്രൈം നമ്പറാണ്. അതുപോലെ ഏതാ? 2 ഒരു പ്രൈം നമ്പറാണ്. ദെൻ 3 ഒരു പ്രൈം നമ്പറാണ്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 5 ഒരു പ്രൈം നമ്പറാണ്. 5 then 7 9 പ്രൈം നമ്പർ ആണോ? അല്ല, 9ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 9 1 വെച്ച് ഡിവൈഡ് ചെയ്താലും 3 വെച്ച് ഡിവൈഡ് ചെയ്താലും 9 വെച്ച് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും വരിക. അപ്പം 9 ഒരു പ്രൈം നമ്പർ അല്ല. 1 is a prime number, 2 is a prime number, 3 is a prime number, 5 is a prime number, 7 11 13 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഇനി ഈ പ്രൈം നമ്പേഴ്സ് എന്ത് ചെയ്യാം? വൈൽ എൽസ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാൻ നോക്കാം. സോറി 1 is not a prime number. എന്നത് പെട്ടെന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. 1 is not a prime number അല്ലേ? 2 3 5 7 11 എക്സെട്ര ആർ പ്രൈം നമ്പേഴ്സ്. അപ്പം പ്രൈം നമ്പേഴ്സ് എങ്ങനെ വൈൽ എൽസ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ കോഡ് എഴുതും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്പർ ഈസ് ഈക്വൽ ടു 30 കൊടുക്കുവാണ്. ഞാൻ നമ്പർ 30 എന്നുള്ള നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ നമ്പർ 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫും അല്ലാതെ വേറെ ഏത് നമ്പർ വെച്ചും ഡിവിസിബിൾ ആവുന്നുണ്ടെങ്കിൽ, ഓക്കെ, വേറെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. പ്രൈം നമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താ? ആ നമ്പറും 1ഉമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? റിമൈൻഡർ 0 വരാൻ പാടുള്ളൂ. അതിനിടയിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് അത് ഫുള്ളി ഡിവിസിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തായിരിക്കില്ല? പ്രൈം നമ്പർ ആയിരിക്കില്ല. അപ്പം ആ ലോജിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 30 ആണെന്നുണ്ടെങ്കിൽ 30 വരെയുള്ള, അതായത് 1 മുതൽ 30 വരെയുള്ള എല്ലാ നമ്പേഴ്സ് വെച്ചും 30യെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കത്തില്ല? പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. ഇതേ ഒരു കാര്യം നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം നമ്മൾ 1 to 30 വരെയുള്ള നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 11 എന്നുള്ള നമ്പർ എടുക്കുക. 11 നമ്മൾ 1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 4 5 6 7 8 9 10 11 വരെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 11ന്റെ പകുതി വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് എവിടെ വരെ ചെക്ക് ചെയ്താൽ മതി? 11ന്റെ ഹാഫ് എത്രയാണോ 1 മുതൽ ആ ഹാഫ് ഓഫ് ദി 11 വരെയുള്ള നമ്പേഴ്സ് വെച്ച് 11നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 ആവുന്നുണ്ടെങ്കിൽ
പ്രൈം നമ്പർ അല്ല എന്നുള്ള രീതി ചെക്ക് ചെയ്താൽ മതി. അതായത് ഫുള്ളി ഇപ്പോൾ 30 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 30 വരെയുള്ള നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം ഫുള്ളി ഡിവിസിബിൾ ആണെങ്കിൽ, അതായത് 1ഉം 30ഉം അല്ലാതെ വേറെ ബിറ്റ്വീൻ 2 ആൻഡ് 29, 2ഉം 29ഉം വരെയുള്ള നമ്പേഴ്സ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം 30യിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ 30 പ്രൈം നമ്പർ അല്ല. അത് ഫുള്ളി ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, 30യുടെ ഹാഫ് എടുക്കുന്നു, ദാറ്റ് ഇസ് 15 വരെയുള്ള 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് വെച്ച് 30യെ ഡിവൈഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ കോഡ് എഴുതാം. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത്. നമുക്കറിയാലേ ഫസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യലൈസേഷനിൽ i = 2 കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലേ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ വരെ ചെക്ക് ചെയ്താൽ മതി, നമ്മൾ അതായത് i<=10 എന്ന് കൊടുക്കുന്നത് പോലെ i<= ലിമിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് ആ ലിമിറ്റ് നമ്മൾ മുന്നേ ഡിക്ലെയർ ചെയ്യുവാണ്. ഓക്കെ, ലിമിറ്റ് എന്താണെന്നുള്ളത് കൊടുക്കുവാണ്. എന്താണ്, നമ്മൾ num ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് എന്താണ് ലിമിറ്റ് ഓൾറെഡി കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ പറയുവാണ് i അതുവരെ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ മുന്നേ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സം എന്നുള്ള വേരിയബിൾ 0 ആക്കി വെച്ചില്ല. അതുപോലെ ലിമിറ്റ് ഓൾറെഡി ലിമിറ്റ് എന്നുള്ള വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ/2, നമ്മൾ കൊടുത്തേക്കുന്ന 30/2. ഇനി നമുക്ക് എവിടെ വരെ ഐയുടെ വാല്യൂ ചെക്ക് ചെയ്യണം, i ആണ് ഇവിടുത്തെ ലൂപ്പ് വേരിയബിൾ. ഐയുടെ വാല്യൂ എവിടെ വരെ ചെക്ക് ചെയ്യണം, i<= ലിമിറ്റ് വരെ ചെക്ക് ചെയ്യണം. ലിമിറ്റ് എത്രയാണ്, ആ നമ്പർ/half. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ കണ്ടീഷൻ, ഇഫ് നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എത്ര വരെ ചെക്ക് ചെയ്യുന്നു, നമ്മൾ നമ്പർ/2 വരെ ചെക്ക് ചെയ്യുന്നു. നമ്പർ/2 വരെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ആ നമ്പറുമായിട്ട് ഇഫ് നമ്പർ ഡിവൈഡഡ് ബൈ, അതായത് 30 എന്ന് പറയുന്ന നമ്പർ i = 2 തുടങ്ങി നമ്പർ/2 വരെയുള്ള നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കാണുന്നു. ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക, മോഡുലസ് ഓപ്പറേറ്റർ അല്ലേ. i വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ എന്താ, 1 മുതൽ നമ്പർ/2, അതായത് 15 വരെ. അതിൽ 0 ആവുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ എൽസ് അല്ല യൂസ് ചെയ്യുന്നത്, if else ആണ് യൂസ് ചെയ്യുന്നത്. 2 കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് എന്ത് കൊടുക്കുക, നോട്ട് പ്രൈം നമ്പർ അല്ല. ഓക്കെ ആണോ, ദെൻ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. അത് എന്തിനാന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ദെൻ i = i+1 എന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ എന്ത് കൊടുക്കുക, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഒന്നിത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നോട്ട് പ്രൈം, 30 എന്നുള്ളത് പ്രൈം നമ്പർ അല്ല എന്നുള്ളത് കിട്ടിയിട്ട്. ഇനി ഈ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ 30 ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ = 30. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 2 മുതലാണ്. എന്തുകൊണ്ടാണ്, സോറി, ഞാൻ നേരത്തെ പറയുമ്പം പറഞ്ഞു ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല i = 2 എടുത്തത്. നമുക്ക് എവിടെ തൊട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്, 2 മുതലാണ്. കാരണം പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് വിൽ ബി ഡിവിസിബിൾ ബൈ എന്താണ് 1 ആണ്. അപ്പം 1 ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ 1 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 2. സോ 2 മുതലാണ് ചെക്ക് ചെയ്യേണ്ടത്. 2 മുതൽ ഞാൻ പറഞ്ഞ നേരത്തെ ലോജിക് വെച്ച് ആ നമ്പറിൻ്റെ ഹാഫ് വരെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 30 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ, റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് സെറ്റ് ചെയ്തു, ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന നമ്പറിൻ്റെ പകുതിയാണെന്ന് സെറ്റ് ചെയ്തു. ഇനി ഐയുടെ വാല്യൂ നമ്മൾ
ഐ വെച്ചിട്ടാണ് ഡിവൈസർ എന്നല്ലായിരുന്നോ പറയാം. അപ്പം ഡിവൈസർ ആണ് എന്ത് ഐ എന്ന് പറയുന്നത്. നമ്മൾ ഐ വെച്ചിട്ടാണ്, ഞാൻ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഐ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഐ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിനെ. സോ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 30/2. ദാറ്റ് ഇസ് 15 വരെ ഐയുടെ വാല്യൂ പോകണം. എന്നിട്ട് നമ്മൾ ഈ 30 എന്ന് പറയുന്ന നമ്പറിനെ ഐ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഐ വെച്ചും ഡിവൈഡ് ചെയ്യുമ്പം 0 ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈം അല്ലെന്ന് പറയണം. അപ്പം ഈ ഓരോ വട്ടം ലൂപ്പ് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓരോ വട്ടം ലൂപ്പ് റൺ ആവുമ്പം എവിടെയെങ്കിലും വെച്ച് 0 ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ബ്രേക്ക് ആവണം. കാരണം പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 0 വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം തന്നെ മനസ്സിലാക്കാൻ ഇത് നമ്പർ നോട്ട് പ്രൈം ആണെന്ന്, പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ലൂപ്പ് ബ്രേക്ക് ആവുന്നുണ്ടെന്ന്, ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എൽസിലോട്ട് പോവില്ല. ഓക്കെ, ബ്രേക്ക് പിന്നെ എൽസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? എൽസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? പ്രൈം ആണെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് ആയെന്നുണ്ടെങ്കിൽ അത് നോട്ട് പ്രൈം ആണ്, പിന്നെ അത് എൽസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു 2 ആണ് ഇവിടെ. ഐ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണ് നമ്പർ. അപ്പം 30 ഡിവൈഡഡ് ബൈ എന്താണ് 2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0 കിട്ടിയല്ലേ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് നോട്ട് പ്രൈം ആണെന്ന്. അപ്പം തന്നെ ഈ ലൂപ്പ് എന്തായി? ബ്രേക്ക് ആയി. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഐ 2 ആണ്, നമ്പർ 30 ആണ്, ഐയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ആണോ ചെക്ക് ചെയ്യുക? എന്താ ലിമിറ്റ്? 30/2. 15 വരെ ചെക്ക് ചെയ്താൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞു. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈഫിലോട്ട് വന്നു. ഈഫ് നമ്മൾ എടുത്തേക്കുന്ന നമ്പർ എത്ര? 30 ഡിവൈഡ് ബൈ ഐ എത്ര? 2. 30/2 എത്രയാ? 0 ആണല്ലേ, എക്സാക്ട്ലി ഈക്വൽ ടു 0. സോ അപ്പം തന്നെ എന്തായി? നോട്ട് പ്രൈം ആണെന്ന് പ്രിന്റ് ആയി. അവിടെ വെച്ച് തന്നെ എന്തായി? ലൂപ്പ് ബ്രേക്ക് ആയി. ഈ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു 3 പ്രോബ്ലം കൂടെ ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് 1 to 5 വരെയുള്ള നമ്പേഴ്സ് ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഏത് ലൂപ്പ് യൂസ് ചെയ്തിട്ട്? വൈൽ ലൂപ്പിനകത്ത് ഈഫ് എൽസ് യൂസ് ചെയ്തിട്ട് 1 to 5 വരെയുള്ള നമ്പേഴ്സ് ഓരോന്നോരോന്നായി ചെക്ക് ചെയ്ത് ലൂപ്പ് യൂസ് ചെയ്ത് അത് ഈവൺ ആണോ, ആ നമ്പർ അത് ഈവൺ ഓർ ഓഡ് എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, എന്താണ് ചെക്ക് ചെയ്യുന്നത്? ചെക്ക് ഈവൺ ഓർ ഓഡ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കോഡ് എഴുതാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈൽ എത്ര വരെ ഉള്ളതാ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളത് ഇഫ് എന്താണ്? ഞാനതൊന്ന് എഴുതട്ടെ. Is odd. ഓക്കെ, അപ്പം നമുക്കിനി കോഡ് പറയാം. അതായത് നമുക്കറിയാമല്ലോ വൈൽ ലൂപ്പിന്റെ സ്ട്രക്ചർ എന്താണ്? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഐ ഇസ് ഈക്വൽ ടു 1 ആണല്ലേ. കാരണം എന്തുകൊണ്ട് ഐ ഇസ് ഈക്വൽ ടു 1 ആയി? നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 to 5 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1. ഐ ആണ് എന്ത്? നമ്മുടെ ലൂപ്പ് വേരിയബിൾ. ഇനി 5 വരെ ചെക്ക് ചെയ്യണം. സോ വൈൽ എത്ര വരെ ചെക്ക് ചെയ്യണം?
I less than or equal to 5. ഓക്കെ, I less than or equal to 5. ഇനി അതിനകത്ത് നമ്മൾ രണ്ട് കണ്ടീഷൻ വെക്കണം അല്ലേ? നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്, ഈവൺ അല്ലെങ്കിൽ ഓഡ്. സോ എന്താണ് ഈവൺ ഓഡ് ആണോ കണ്ടീഷൻ? ഈവൺ നമ്പർ ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കത്തില്ല. സോ നമുക്ക് ഒരു കണ്ടീഷൻ കൊടുക്കാം, അത് അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈഫ് കൊടുക്കുന്നു. ഈഫ് എൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈഫ് കണ്ടീഷൻ കൊടുത്തു, അതല്ല എന്നുണ്ടെങ്കിൽ എൽസ് ഓഡ് ആണെന്നുള്ളത്. സോ നമ്മുടെ കണ്ടീഷൻ എന്താ? ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മോഡുലസ് ഓപ്പറേറ്റർ ആണ്. ഇഫ് ഐ ഡിവിസിബിൾ ബൈ 2. ഓക്കെ, ഐ ഫസ്റ്റ് ഐയുടെ വാല്യൂ എത്ര? 1 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്തു, വയൽ കണ്ടീഷനിലൂടെ പാസ് ചെയ്തു, ട്രൂ കിട്ടി. ട്രൂ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇനി വയലിന്റെ താഴെയുള്ള ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്താണ് ബോഡി ഓഫ് ദി ലൂപ്പ്? ഇഫ് ഐ ഡിവിസിബിൾ ബൈ 2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്തു. 1 ഡിവൈഡഡ് ബൈ 2 0 ആണോ? അല്ല. സോ എന്തായി? ആ ഈഫ് കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ? ഈഫ് കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ഈഫ് അല്ലെങ്കിൽ പിന്നെ എൽസ് എക്സിക്യൂട്ട് ചെയ്തു. സോ പ്രിന്റ് 1, is odd എന്നുള്ളത് വരും. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കിട്ടിയല്ലേ? 1, 2, 3, 4, 5 ഓരോന്ന് ഓഡ് ആണോ ഈവൺ ആണോ നേരെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പം 1 കഴിഞ്ഞ് എൽസിലോട്ട് പോയി, ദെൻ 1 ഇനി അപ്ഡേഷനിലോട്ട് പോയി. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ 1 + 1, ഐയുടെ വാല്യൂ എന്തായി? 2 ആയി. ഇനി ഈ 2 എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു 2 ആയി. ഇനി വൈൽ കണ്ടീഷനിലോട്ട് പോകും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ട്രൂ ആണല്ലേ. ഇനി ഇഫ് 2 മോഡുലസ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 ആണല്ലേ. സോ പ്രിന്റ് ഐ ഈസ് ഈവൺ. സോ എൽസിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇനി 2 നേരെ ഐ ഇസ് ഈക്വൽ ടു ഐ + 1ലോട്ട് പോയി. സോ ഐ ഇസ് ഈക്വൽ ടു എന്താണ്? 2 + 1. ഐ എന്തായി? 3 ആയി. ഇതുപോലെ 5 വരെ എന്താവുന്നു? ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഐയുടെ വാല്യൂ 6 ആയി കഴിഞ്ഞാൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഫോൾസ് ആവുന്നു. സോ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് ഒരു നമ്പർ ഇപ്പം ഞാൻ കൊടുക്കുവാണ്. ഐ ഈസ് ഈക്വൽ ടു എന്താണ് ഞാനിപ്പം 2 വരെയുള്ള നമ്പർ. ഓക്കെ, -2 മുതൽ 2 വരെയുള്ള നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുവാണ്. ഓക്കെ, -2 മുതൽ 2 വരെയുള്ള നമ്പർ. അപ്പോൾ നമുക്ക് -2 മുതൽ 2 വരെ അല്ലേ? -2 മുതൽ 2 വരെയുള്ള നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ എന്തായിരിക്കണം? ഇനീഷ്യലൈസേഷനിൽ ഐ ഈസ് ഈക്വൽ ടു -2. ചെക്ക് പോസിറ്റീവ്. ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ ഇനീഷ്യലൈസേഷൻ ചെയ്തു. ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇതാണ് ഇനീഷ്യലൈസേഷൻ. ഇനി നമുക്ക് കണ്ടീഷനിലോട്ട് പോകാം. എന്താ കണ്ടീഷൻ? വൈൽ എത്ര വരെ ചെക്ക് ചെയ്യാനാ പറഞ്ഞത്? ഐയുടെ വാല്യൂ എത്ര വരെ ആയിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരെ. ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരെ എന്ത് ചെയ്യണം? നമുക്ക് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ലേ നോക്കണ്ടേ? ഇഫ് ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് കൊടുക്കുന്നു? നമ്മൾ പ്രിന്റ് ആ നമ്പർ കോമ ഇസ് പോസിറ്റീവ് എന്ന് കൊടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിലോ? ഇൻഡന്റേഷൻ ഒരിക്കലും മിസ്സാവരുത്. ഇൻഡന്റേഷൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം വർക്കാവത്തില്ല, എറർ ആയിരിക്കും കാണിക്കുക. ഇൻഡന്റേഷൻ എപ്പോഴും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ എന്താണ്? ഈ അതായത് വൈൽ ലൂപ്പിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഈഫ് എൽസ് വരുന്നത്. സോ ഈഫിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഈ വൈൽ കണ്ടീഷന്റെ ഉള്ളിലാണ് ഇഫ് എൽസ് കണ്ടീഷൻ വരുന്നത്. ഈഫിന്റെ ഉള്ളിലാണ് ഈ പ്രിന്റ് എന്നുള്ളത് വരുന്നത്. എൽസിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടാ വരുന്നത്? വൈൽ ലൂപ്പിന്റെ പുറത്തായിട്ടാണ് വരേണ്ടത്.
അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വൈൽ ലൂപ്പിന്റെ ഉള്ളിലോട്ട് വരരുത്. എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, I equals I plus 1. സോറി, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് പുറത്തല്ല, വൈൽ ലൂപ്പിന്റെ ഉള്ളിലാണ് വരേണ്ടത്. അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് വൈൽ ലൂപ്പിന്റെ ഉള്ളിലാണല്ലോ വരേണ്ടത്. അപ്ഡേറ്റ് ചെയ്ത് എഗെയിൻ ഇത് എങ്ങോട്ടേക്ക് പോകണം? I is equal to -2 പോകണം. ഓരോ വട്ടവും ലൂപ്പ് റണ്ണ് ചെയ്യുമ്പോൾ എന്താവണം? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് വൈൽ ലൂപ്പിന് പുറത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കത്തില്ല? ഒരു വട്ടം മാത്രമേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. വൈൽ ലൂപ്പിന് പുറത്ത് കൊടുത്താൽ ഒരു വട്ടം മാത്രമേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. വൈൽ ലൂപ്പിന് ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് ഓരോ വട്ടം ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴും ഓരോ വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ആവുമ്പോഴും ഐയുടെ വാല്യൂ ചേഞ്ച് ആവത്തുള്ളൂ. എനിക്ക് നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. വൈൽ ലൂപ്പിനകത്താണ് എന്ത് വേണ്ടത്? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കിട്ടിയല്ലോ. സോ ഐയുടെ വാല്യൂ -2 ആയിരുന്നു. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ആണ്. അപ്പം വൈൽ ലൂപ്പിന്റെ ഉള്ളിലോട്ടേക്ക് പോയി, വൈൽ ലൂപ്പിന്റെ അണ്ടറിലുള്ള കണ്ടീഷനിലോട്ട് പോയി. അപ്പൊ ഇനി ഈഫ് ചെക്ക് ചെയ്യണം. ഈഫ് -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ? ഫാൾസ് ആണല്ലേ, ആ കണ്ടീഷൻ അവിടെ വർക്ക് ആവത്തില്ല. സോ എൽസിലോട്ട് പോകുന്നു. എൽസ് എന്താണ്? പ്രിന്റ് ദാറ്റ് നമ്പർ -2 ഇസ് നെഗറ്റീവ് എന്ന് പ്രിന്റ് ആയി. ഇനി -2 + 1 അപ്ഡേഷനിലോട്ട് പോകും. -2 + 1 എന്ന് പറയുന്നത് എന്താണ്? -1 ആണല്ലേ. -1 ചെക്ക് ചെയ്യും. -1 അതുപോലെ 0, 1, 2 അങ്ങനെ ഈ 5 കണ്ടീഷനും ചെക്ക് ചെയ്യും. അവസാനം ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആയി 3 ആവും. 3 ആവുമ്പം എന്താണ്? ലൂപ്പ് വർക്കിംഗ് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോരോ സിമ്പിൾ കോഡ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ലോജിക്ക് ബിൽഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ലോജിക് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഓരോ പ്രോബ്ലം അനലൈസ് ചെയ്ത് സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടെ പറയാം. അതായത് എന്താണ്, നമുക്ക് ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 3 or not. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 or not എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ പ്രോബ്ലം എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും കൂടെ കോഡ് ചെയ്ത് നോക്കണം. ഓക്കെ, 5 വരെയുള്ള നമ്പർ 10 വരെയുള്ള നമ്പറിൽ ഏതൊക്കെയാണ് ഗ്രേറ്റർ ദാൻ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്കാണ് ഇതൊക്കെ. ഏതൊക്കെയാണ് ഗ്രേറ്റർ ദാൻ 3 or not എന്നുള്ളത് ചെക്ക് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യാം. സോ എന്താണ് ഗ്രേറ്റർ ദാൻ? സിമ്പിൾ പ്രോബ്ലംസ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ എന്താണ്? I is equal to 1 ആണല്ലേ ഇനീഷ്യലൈസേഷൻ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ പാസ് ചെയ്ത് I less than or equal to 10 കോളൻ ഇടുന്നു. ഇനി ഈഫിലോട്ട് വരുന്നു. എന്താ നമ്മുടെ കണ്ടീഷൻ? I greater than 3 ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ആ നമ്പർ ആൻഡ് is greater than 3. Then 3. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? else print I is not greater than 3. അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഏതിന് നേരെയാണ് വരേണ്ടത്? വൈൽ ലൂപ്പിനകത്ത്, അതായത് if else നേരെ. I is equal to I plus 1. ഇതിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. I plus equal to 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ I equal to I plus 1 സെയിം ആണ്. ഓക്കെ,
ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1ന് ഈക്വൽ ആണ്. ഐ മൈനസ് ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന് ഈക്വൽ ആണെന്നറിയോ? എന്തിന് ഈക്വലാ? ഐ ഈക്വൽ ടു ഐ മൈനസ് 1ന് ഈക്വലാ. അതുപോലെ ഐ ഇത് എന്തിന് ഈക്വൽ ആണ്? ഐ ഈക്വൽ ടു ഐ സ്റ്റാർ 1 ദാറ്റ് ഈസ് ഐ ഇൻറ്റു 1ന് ഈക്വൽ ആണ്. സോ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. എന്താ കൊടുക്കുക? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നുള്ള അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഇത് രണ്ടും സെയിം ആണ്. ദെൻ ഇത്രയാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 3 അല്ലെങ്കിൽ ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ, ഓർ ഇവിടെ ഈക്വൽ ടു കൂടെ വരും അല്ലേ? ഇഫ് നമ്പർ എന്ന് പറയുന്നത് 3 തന്നെ ആണെങ്കിൽ എന്താണ്? ഐ ഗ്രേറ്റർ ദാൻ 3. നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ഐ ഗ്രേറ്റർ ദാൻ 3 ആണ്. അല്ലെങ്കിൽ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3, ഓർ നമുക്ക് ഈക്വൽ ടു 3 എന്നും കൂടെ കൊടുക്കാം. ഐ ഗ്രേറ്റർ ദാൻ 3 എന്ന് കൊടുക്കാം. ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യും? ഓരോ വട്ടം ലെസ് ദാൻ 3 ആവുന്ന കണ്ടീഷനിലും ഓർ ഈക്വൽ ടു 3 എന്നുള്ളതും കൂടെ പ്രിന്റ് ആയി വരും. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ റൺ ചെയ്ത് നോക്കാം. എവിടെയാണ് എറർ സംഭവിച്ചിട്ടുള്ളത്? എന്താണ്? എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടല്ലോ. എററൊന്നും ഇല്ല. പ്രിന്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തതേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് വൈൽ ലൂപ്പിനടിയിൽ വരുന്ന, വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ വരുന്ന ഇഫ് എൽസ് കണ്ടീഷൻസ് ആൻഡ് എൽസ് കണ്ടീഷൻ ഒക്കെ വരുന്നത് ഇത്രയാണുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ പ്രോബ്ലംസും ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.